ഇന്നലെ രാത്രി ലൈവിൽ കാണിച്ച ഒരു സംഭവമാണ്. പുറത്തെ ടർഫിൽ കിടക്കുകയാണ് റസ്മിനും ശ്രീതുവും. റസ്മിൻ പറയുന്നു, എനിക്ക് ശ്രീതുവിനോട് ഒരു കാര്യം പറയാനുണ്ട്, പക്ഷേ പറയണോ വേണ്ടിയോ എന്ന് ആലോചിക്കുകയാണ്. ഇത് കേട്ട് ശ്രീതു പറഞ്ഞു, എന്തായാലും പറഞ്ഞോളൂ. അപ്പോൾ റസ്മിൻ പറഞ്ഞു, ഞാൻ നിന്നോട് കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടാലോ എന്ന് ആലോചിക്കുകയാണ്. എന്താണ് കാര്യം എന്ന് മനസ്സിലാകാതെ ശ്രീതു അമ്പരന്ന് കിടക്കുകയാണ്. എനിക്ക് നിന്നോട് നേരിട്ട് പറയാൻ മടിയാണ്, നീ തിരിഞ്ഞു കിടക്കൂ, ഞാൻ പറയാം. നിന്റെ മുഖത്തേക്ക് നോക്കാതെ മാത്രമേ എനിക്കത് പറയാൻ കഴിയൂ. ശ്രീതു അത് കേട്ട് തിരിഞ്ഞു കിടക്കുകയാണ്. എന്നിട്ടും റസ്മിൻ ഒന്നും പറയുന്നില്ല. നീ ഉറങ്ങിപ്പോയോ എന്ന് ശ്രീതു ചോദിക്കുന്നു. ഇല്ല, ഞാൻ പറയുന്ന കാര്യം മറ്റാരോടും പറയരുത്. എനിക്ക് നിന്നോട് ക്രഷ് തോന്നുന്നുണ്ട്. ഇത് കേട്ട് ശ്രീതു ചിരിയോട് ചിരിയാണ്. എനിക്കിത് ഇപ്പോൾ തന്നെ ആരോടെങ്കിലും പറയണം. റസ്മിൻ പറഞ്ഞു, ഇത് ആരോടും പറയരുത്. ഇത് നമ്മൾ തമ്മിലുള്ള ട്രസ്റ്റാണ്. മൈക്ക് ഊരി വെച്ച് നിന്നോടിത് പറയണം എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ഇത് ടെലികാസ്റ്റ് ചെയ്യുമോ എന്നറിയില്ല. റസ്മിൻ വളരെ സമയമെടുത്ത് സീരിയസ് ആയാണ് ഇതൊക്കെ പറയുന്നത്. ചിരി സഹിക്കാനാവാതെ ശ്രീതു എഴുന്നേറ്റ് പുറത്തെ സോഫയിൽ പോയിരുന്നു. റസ്മിനോട് ശ്രീതു എന്തോ ചോദിക്കാൻ ഒരുങ്ങിയപ്പോൾ, എന്നോടൊന്നും ചോദിക്കരുത് എന്ന് റസ്മിൻ പറഞ്ഞു. നീ എന്താ ചോദിക്കാൻ പോകുന്നതെന്ന് എനിക്കറിയാം. നീ ഒന്നും എന്നോട് ചോദിക്കണ്ട. അപ്പോൾ അവിടേക്ക് അർജുൻ വരികയും അവരുടെ സംഭാഷണം അവിടെ വെച്ച് മുറിയുകയും ചെയ്തു. പിന്നെ അവർ രണ്ടുപേരും കിച്ചണിലേക്ക് പോയി. ട്രസ്റ്റ് എന്ന വാക്ക് വീണ്ടും വീണ്ടും റസ്മിൻ പറയുന്നുണ്ട്. ഉറങ്ങാൻ പോകുന്നതിന് മുന്നോടിയായി കിച്ചണിൽ വെച്ച് ശ്രീതുവിനെ റസ്മിൻ കെട്ടിപ്പിടിക്കുന്നു. ഇതിനൊന്നും നീ ഇനി ഒരു കുറവും വരുത്തരുത് എന്ന് പറഞ്ഞ് റസ്മിൻ കിടക്കാനായി പോകുന്നു. ഒന്നും മനസ്സിലാകാതെ ശ്രീതു കിച്ചണിൽ തന്നെ നിൽക്കുന്നുണ്ട്. ഇത് ഒരു തമാശയ്ക്കോ പ്രാങ്കായോ ആണോ റസ്മിൻ ചെയ്തത് എന്നറിയില്ല. പക്ഷെ വളരെ സീരിയസ് ആയാണ് റസ്മിൻ ഇക്കാര്യം അവതരിപ്പിച്ചത്. എന്തായാലും ഇന്നത്തെ ലൈവിൽ ഇതേപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിയും.